നമസ്കാരം സാർ. ഒന്നാം വാർഷികം എത്തിയിരിക്കുകയാണ്. അതായത് ഒക്ടോബർ 7-ാം തീയതി 2023 ഹമാസ് ഒരു കൂട്ടക്കുരുതി ഇസ്രയേലിനകത്ത് കയറി അപ്രതീക്ഷിതമായി അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണം നടത്തി. 1200-ലധികം ആളുകൾ അന്ന് മരണപ്പെട്ടു. 251 പേരെ ബന്ദികളാക്കി ഫലസ്തീനിലേക്ക് ഹമാസ് കൊണ്ടുപോയി തുരങ്കങ്ങളിൽ പാർപ്പിച്ചു. ഇപ്പോഴും നിരവധി ആളുകൾ എവിടാണെന്നുള്ള ഒരു വിവരം പോലും ഇല്ല, കാണാമറയത്താണ്. അപ്പോൾ ഈ ദിവസം ഇസ്രയേൽ ശക്തമായി തിരിച്ചടിക്കുമെന്നായിരുന്നു ഇന്നലെ വരെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്ന വാർത്ത. പ്രത്യേകിച്ചും ജെറുസലേം പോസ്റ്റിലായിരുന്നാലും, അതുപോലെ ടൈംസ് ഓഫ് ഇസ്രയേൽ ആയിരുന്നാലും, BBC ആയിരുന്നാലും, ഇസ്രയേൽ അൽ ജസീറ ആയിരുന്നാലും ഒക്കെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം പറഞ്ഞതാണ്. ഇനി മറുഭാഗത്ത് ഇസ്രയേൽ ഒരു ആണവാക്രമണം നടത്താൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യം, അതുപോലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കും, അതാണ് ഒരു സാധ്യത നിൽക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഇടപെട്ട് വിലക്കിയത്. പക്ഷെ ആ വിലക്കിനോട് മുഖം തിരിച്ചാണ് ഇസ്രയേൽ നിൽക്കുന്നത്. ഒപ്പം ഇസ്രയേലിന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തും, ഇങ്ങനെയുള്ള പല വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രചരിച്ചതായിരുന്നു. പക്ഷേ ഇസ്രയേൽ സംയമനം പാലിച്ചു നിൽക്കുന്നു. എന്നിരുന്നാലും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഹൂതികളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായപ്പോൾ ശക്തമായി തന്നെ തിരിച്ചടിച്ചും തുടങ്ങിയിട്ടുണ്ട്. ഈ സംയമനമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം കാഴ്ചയിൽ നമ്മളിപ്പോ നോക്കുമ്പോൾ സംയമനത്തിലാണ് നിൽക്കുന്നത്. ഇവരുടെ ഗതി നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ്. കാരണം ഇവര് പതുക്കെ കയറും. കാരണം ഇവരെ എത്ര പേരാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ 7 ഭാഗത്തുനിന്ന് ഹമാസ്, അതെ, ഹിസ്ബുള്ള, അതെ, ഹൂതികൾ 3 എച്ചിലാണ് കേട്ടോ. ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള എല്ലാവരും എച്ചിലാണ് തുടങ്ങുന്നവരെ. എച്ച് തുടങ്ങുന്നത് കുഴപ്പമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇവരെ പിന്നെ അതിനോടൊപ്പം തന്നെ ഇറാൻ നിൽക്കുകയാണ്. സിറിയയിൽ നിന്നും ആക്രമണം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ലെബനിലോട്ടുള്ള കയറ്റം. അപ്പൊ ഇതെല്ലാം ഇവരെ പല വഴിക്കുകളിലൂടെ ഇട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവര് അങ്ങനെ പതുങ്ങിയൊന്നും ഇരിക്കത്തില്ല. ഇപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഇവര് കുഴപ്പമുണ്ടാക്കി വെക്കും എന്നുള്ളത്. പക്ഷെ അതിന് ഈ ദിവസം എന്നുള്ളതല്ല, അവര് നോക്കിയിരിക്കുകയാണ്. കാരണം അവർക്കിപ്പോഴും ആ ഏറ്റ ക്ഷത അവര് മറന്നിട്ടില്ല. അവർക്കത് ഈ ഒരു 2023 ഒക്ടോബർ 7 ഒരു ശനിയാഴ്ചയായിരുന്നു. അവരുടെ ആ വിശേഷ ദിവസം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസമായിരുന്നു. അത് അവർക്ക് വലിയൊരു ക്ഷീണം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇതിനകത്ത് ഇവര് അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടു പോയി. അതിൻ്റെതായ ഒരു പക മറുഭാഗത്തും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഇറാൻ എന്തുകൊണ്ടാണ് ഇവരോട് ഇത്രയും അറ്റാക്ക് ചെയ്ത് തുടരുന്നത്? എന്തുകൊണ്ടാണ്? ഇവരുടെ തലവന്മാരെ പലരെയും വധിച്ചില്ലേ? അതെ, അതാണ് ഇസ്രയേൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദമാണ്. ഈ തീവ്രവാദത്തെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവര് നേതാക്കന്മാരല്ലേ എവിടെ പാർത്തിരിക്കുന്നത്? ഈ ആൾപ്പാർപ്പുള്ളിടത്ത് അല്ലേ? അതെ. ഇപ്പം ലെബനിലെ ഒക്കെ എത്രയോ ആൾക്കാരെ പിന്നെ കൂട്ടപലായനം നടന്നു. എത്രയോ വീടുകള് ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ അവരുടെ ഉള്ള ആളുകളുടെ ഇടയിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ കൊന്നിട്ട് ഈ തീവ്രവാദികളെ അവർക്ക് കൊലപ്പെടുത്താൻ കഴിയും. നെതന്യാഹു എടുത്തു പറയുന്ന ഒരു കാര്യം അതാണ്, നിങ്ങളെ മനുഷ്യ കവചമാക്കുകയാണ്. ഈ ലെബനിൽ ആക്രമണം നടന്നപ്പോ നെതന്യാഹു എടുത്തു പറഞ്ഞത് ലെബനനോടല്ല, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളോടല്ല ഈ ആക്രമണം, ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് ജനങ്ങൾ സുരക്ഷിതമായ ഇടത്തേക്ക് മാറണമെന്ന് പറയുന്നു. ഇന്നിപ്പോൾ ഹമാസിനെതിരെ ആക്രമണം നടക്കുന്നു. അപ്പോൾ തന്നെ പ്രധാനമായിട്ടും അവർ പറഞ്ഞിരിക്കുന്നത് ഖാൻ യൂനിസിൽ അടക്കം ശക്തമായ ആക്രമണം നടത്താനായി ഇസ്രയേൽ പദ്ധതിയിട്ടു. അതിന് മുന്നോടിയായി സൈറണുകൾ മുഴക്കി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ വളരെ വേഗത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക, ഈ പ്രദേശത്ത് ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നു, അവരെ ഞങ്ങൾക്ക് കൊലപ്പെടുത്തണം, അവരെ ഉന്മൂലനം ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾ മാറുക, നിങ്ങളുടെ ജീവന്റെ സുരക്ഷിതത്വം മാത്രം കരുതിക്കൊണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്രയും കാലം ജീവിച്ച മണ്ണ് വിട്ട് ജനങ്ങൾ പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെയും വലിയ തോതിൽ ആൾനാശമൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഹമാസിന്റെ ഇത് മുഴുവൻ എന്ന് അവസാനിപ്പിക്കാൻ, അവിടെ ഉള്ളവരെ മുഴുവൻ കൊന്നൊടുക്കാൻ തീർത്തിട്ട് അവരെ അവസാനിപ്പിക്കുകയുള്ളൂ. അത് നടക്കുന്ന കാര്യമാണ്. ഇവര് ആൾക്കാരെ മുഴുവൻ അങ്ങ് കൂട്ടപലായനത്തിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ എന്നാലും അവിടെ നിരവധി ആൾക്കാർ തങ്ങുന്നുണ്ട്. അവരുടെ ഇടയ്ക്കല്ലേ ഇവർ കഴിയുന്നത്. അങ്ങനെ അവരെ മുഴുവൻ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഐക്യരാഷ്ട്ര സംഘടന എന്തിനു വേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം എല്ലായിടങ്ങളിൽ നിന്ന് ചോദിക്കുന്നത്. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും ചോദിച്ചു കഴിഞ്ഞു. ഈ ലോകത്തെവിടെ മുൻകാലങ്ങളിൽ ലോകത്ത് എവിടെ യുദ്ധം നടന്നു കഴിഞ്ഞാലും ഉടൻ ഇവരിടപെടും.
ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അവസാന വാക്കായി അത് അത് അവിടെ അവസാനിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ലോകത്ത് 10 യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റഷ്യ ഉക്രൈന് നാളുകളായില്ലേ, എന്തെങ്കിലും പരിഹാരത്തിൽ എത്തിയിട്ടുണ്ടോ? ഇപ്പോഴും അതിൽ ഒരുപക്ഷെ വാർത്തയിൽ നിന്നത് അയഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ യുദ്ധം അവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം പിന്നെ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹിസ്ബുള്ള, ഹൂതികള് ഒക്കെ. അപ്പൊ ഒന്നും ഒരിടപെടൽ പോലും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഇവരെ പല ദിക്കുകളിൽ നിന്ന് ആക്രമിക്കുന്നു. ഇപ്പൊ ഗാസയിൽ തന്നെ ഏതാണ്ട് 40,000-ൽ പരം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പിന്നെ ഹമാസ്, ഹിസ്ബുള്ളവരുടെ നേതൃത്വം ഇല്ലാതാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തീവ്രവാദത്തെ ഇല്ലാതാക്കി. ഇന്ന് വീണ്ടും കയറി വരികയാണ്. ഇതിന്റെ അടിവേരുകൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് പിന്നെ കുറെ സമയമെടുക്കും എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതല്ലേ, നമ്മുടെ നാട്ടിൽ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദം സംഘടന വളർന്നു വന്നു. അവർക്ക് മുമ്പ് വേറെയും ഉണ്ടായിരുന്നില്ലേ, അത് മാറിയാണല്ലോ വേറെ രൂപത്തിൽ വന്നത്. അപ്പം പേര് മാറി പുതിയ രൂപഭാവത്തിൽ അത് വരുമെന്നുള്ളതാണ്. അതുപോലെ തീവ്രവാദം വേറൊരു രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് മുഴുവൻ ഇല്ലായ്മപ്പെടുത്തിയിട്ട് തീർത്തു പോകാനായിട്ടൊന്നും ഇവർക്ക് ഒരിക്കലും സാധിക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ പശ്ചിമേഷ്യ സാധിക്കുന്ന അതും അതെ, പശ്ചിമേഷ്യ എപ്പോഴും ഇപ്പം യുദ്ധഭരിതമായി തന്നെ നിൽക്കുകയാണ്. എന്നിരുന്നാലും സാധിക്കുന്ന ഒരു വിഷയം അവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെയും തലവന്മാരെയും നിർദ്ദേശം കൊടുക്കുന്നവരെയും ഒക്കെ തന്നെ ഇല്ലാതാക്കിയ കുറച്ചു കാലത്തേക്ക് അവിടെ സമാധാനം പുലരുമെന്നുള്ള ഒരു അവിടെയാണ് ഈ പകയുടെ ഒരു പിന്നെ കനൽ അവിടെ കിടക്കുന്ന അതാണ്. അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കും. അതെ, ഇപ്പൊ ഇറാന് എന്തുകൊണ്ടാണ് ഇവരുടെ നേരെ 181 മിസൈൽ എങ്ങാണ്ട് വിട്ടില്ല? എന്തുകൊണ്ട് വിട്ടത്? ഇറാന് അത്രത്തോളം ക്ഷീണം ഉണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെ സമ്മർദ്ദം ഉണ്ടായില്ലേ ഇസ്രായേലിനെ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞത്. അവസാനം വന്നപ്പോൾ ഇസ്രായേൽ ഒരു പോയ ആഴ്ചയിൽ വെള്ളിയാഴ്ച എത്രയോ 5 വർഷത്തിന് ശേഷം അവിടുത്തെ ഭരണാധികാരി ഒരു പ്രഭാഷണം നടത്തിയല്ലോ, ഒരു വലിയ പ്രഭാഷണം നടത്തി ഒരു വെള്ളിയാഴ്ച. ആ പ്രഭാഷണം നടത്തിയപ്പോൾ തന്നെ അദ്ദേഹം റഷ്യൻ നിർമ്മിത തോക്കും പിടിച്ചുകൊണ്ടാണ് നിന്ന് പ്രഭാഷണം നടത്തി. ഒന്ന് ആലോചിക്കണേ. അങ്ങനെ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നിലോ മുമ്പിലോ സൈഡിലോ ഒക്കെ അല്ല നിൽക്കേണ്ടത്. ഇത് അദ്ദേഹം ആ തോക്കും പിടിച്ചു നടക്കുക. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ഈ ഇസ്ലാമിസ്റ്റുകളെല്ലാം കൂടി ഒന്നിക്കണം, എന്നിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം. അപ്പം മതവാദമല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? മതവാദം വളർത്തിക്കൊണ്ടു അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്ത് ആരും അംഗീകരിക്കത്തില്ല. അത്തരത്തില് ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യം വഷളാവും. മറ്റൊരു സൂചന കൂടി പറയാനുള്ളത്, ഒരു തരത്തിൽ ഒരു ഭീഷണിയായിട്ട് കൂടി അതിനെ കണക്കാക്കാം. അതായത് ആ തോക്ക് പിടിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ്, വെടിയുതിർക്കുന്ന ഭാഗത്താണ് ഇങ്ങനെ ശക്തമായി പിടിച്ചിരിക്കുന്നത്. അതായത് ഇത് പിടിച്ചുകൊണ്ട് വാളോങ്ങി നിൽക്കുന്നത് പോലെ മുൻപ് നമുക്കറിയാമായിരുന്നു, പടപ്പുറപ്പാട് ആരംഭിക്കാൻ വേണ്ടി സൂചന നൽകുന്ന ഒന്നായിരുന്നു വാൾ ഉയർത്തിയാണ് ആക്രമണവും യുദ്ധങ്ങളും ഒക്കെ തന്നെ ആരംഭിക്കുന്നത്. ഇന്നൊരു യുദ്ധത്തിലും വാളില്ല, കത്തിയില്ല, പകരം വെടിയുണ്ടകളാണ് മറുപടി പറയുന്നത്. ആ രീതിയിൽ ഒരു താക്കീത് കൂടിയായിരുന്നു അതിലൂടെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ പറയുന്ന ഖമൈനി എന്ന് പറഞ്ഞ ചില വാചകങ്ങൾ, അതിൽ പ്രധാനമായും തുടക്കം മുതൽ തന്നെ നസ്രുള്ളയുടെ വധത്തിന് തൊട്ടു പിന്നാലെ തന്നെ അറബ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത് മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ഒന്നിച്ചു നിൽക്കണം. അതായത് മറ്റ് UAE ആയിക്കോട്ടെ, മറ്റ് രാജ്യങ്ങളായിക്കോട്ടെ, ഈജിപ്റ്റ് ആയിരുന്നാലും മറ്റ് ജോർദനും സിറിയയും ഒക്കെ തന്നെ ആയിരുന്നാലും പലതരത്തിലുള്ള ചിന്താഗതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പൂർണ്ണമായും സ്വാധീനിക്കാനോ ഇവരുടെ പക്കലേക്ക് എത്തിക്കാനോ കഴിയുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ തിരിച്ചടിച്ച സാഹചര്യത്തിൽ മറ്റൊരു രാജ്യങ്ങളും അനുകൂലിക്കുന്ന രീതിയിലേക്ക് പോകുന്നില്ല. സൗദി അറേബ്യ ഒക്കെ തന്നെ ഇസ്രയേലുമായി നല്ല രീതിയിലുള്ള നയതന്ത്ര, വ്യാപാര, പ്രതിരോധ പങ്കാളിത്തത്തിലൂടെ കടന്നു പോകുന്നു. ഇനി അമേരിക്ക ആരുടെ ഭാഗത്ത് നിൽക്കുന്നു, ആരുടെ പക്ഷം പിടിക്കുന്നു എന്നുള്ളത് നിരവധി രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. ഒപ്പം തന്നെ ഇന്ത്യ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഇതിനെ സ്വാധീനിക്കുമെന്നുള്ളത് ഇറാനും വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. ഇനി ഇന്ത്യയുടെ ഭാഗം പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് പൂർണ്ണമായി ഇറാനെ തള്ളി പറയാനും സാധിക്കില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ചാബഹാർ തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം ഒക്കെ തന്നെ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള നിരവധി വർഷങ്ങൾ അവിടെ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ പല നീക്കങ്ങളും നടത്തേണ്ടതായിട്ടുള്ളതാണ്. അതുപോലെ ഇതിനു മുൻപുണ്ടായിരുന്ന ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധമൊക്കെ വലിയ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായും ഇന്ത്യക്ക് പൂർണ്ണ തോതിൽ ഇറാനെ കൈയൊഴിയാനും സാധിക്കില്ല. ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യാം, പിന്തുണയ്ക്കാം എന്നുള്ള ഒരു വസ്തുത മാത്രമേ നിൽക്കുന്നുള്ളൂ. പക്ഷെ അമേരിക്ക ആകട്ടെ ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ശക്തമായ താക്കീത് ഇറാനും മറുഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇറാന് കൊടുത്തിരിക്കുന്ന റഷ്യ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴേ അമേരിക്കയുടെ ഒക്കെ ശക്തി കുറഞ്ഞു പോയി. പണ്ടൊരു യുദ്ധം നടക്കുമ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഒരു നിർണായക പക്ഷെ ഇപ്പൊ അതുപോലൊക്കെ തന്നെ മറ്റു രാഷ്ട്രങ്ങളും വളർന്നിരിക്കുകയല്ലേ. റഷ്യ, ചൈന,
അവരുടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അമേരിക്ക ഒരു പിന്നെ ഇസ്രായേലിന്റെ മേല് പറയുകയുണ്ടായി, നിയന്ത്രണം പാലിക്കണം, ആത്മസംയമനം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ അവിടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറാന്റെ പിന്നെ എണ്ണപ്പാടം കത്തിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്നെ എന്തായാലും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മറ്റു കക്ഷികൾ ആരും ഒന്നും പറയുന്നുമില്ല. അതിനകത്തൊരു ഒരു 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 മിതമായ നിലപാടിൽ നിൽക്കുകയാണ്. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തോൽവി ഏതാണ്ട് ഉറപ്പിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ ഇസ്രായേൽ ഇപ്പം എനിക്ക് തോന്നുന്നു 3 കാര്യങ്ങളാണ് അവര് പ്രധാനമായിട്ട് നെതന്യാഹു മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, എന്നത്തേക്കുമായി ഇല്ലാതാക്കുക. 2, ബന്ദികളെ സുരക്ഷിതരായി തിരികെ എത്തിക്കുക. ബന്ദികളെ ഇപ്പൊ എത്ര പേര് ബന്ദികളെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കറിയാം? എല്ലാവരെയും സുരക്ഷിതരായിട്ട് തിരികെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇനിയൊരു ഭീഷണി ഉണ്ടാകാത്ത വിധം അതിർത്തി സുരക്ഷിതമാക്കുക എന്നീ 3 ലക്ഷ്യങ്ങളാണ് നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് 3ഉം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ യുദ്ധം ഇങ്ങനെ മുറുകിക്കൊണ്ടു പോകും. എനിക്ക് തോന്നുന്നു ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പിന്നെ കോടതിയിലെ നെതന്യാഹു ഏറ്റവും വലിയ കുറ്റക്കാരനാകും, പിടിച്ച അകത്തിടും, തൂക്കിക്കൊല്ലും, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ അതുകൊണ്ട് ഇസ്രായേൽ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നെതന്യാഹു പടി ഇറങ്ങേണ്ട ഒരു സാഹചര്യം പോലും വരും. അതുകൊണ്ട് ഇത് ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാതെ ഒരു പകുതിക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഭാവി തന്നെ വലിയ ചോദ്യമായി അവശേഷിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഈ ഇറാൻ ഇങ്ങോട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ലോകം മുഴുവൻ ആശങ്കയിലാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ പത്രമാധ്യമങ്ങൾ കൊടുത്തിരുന്നത് ഒരു മഹായുദ്ധത്തിലേക്ക്, 3ാം ലോകയുദ്ധത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞാണ്. ആൾക്കാർ ഭയന്നിരിക്കുകയാണ്. കാരണം ഇറാൻ കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ എണ്ണയുടെ വിപണിയിൽ വിലവർധനവും ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകാം, കാര്യങ്ങൾ മാറും. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രശ്നം നേരിടും. കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യയെ നന്നായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ എണ്ണവും വളരെ കൂടുതലാണ്. മറ്റൊരു തരംഗം ഉണ്ടാവുന്നുണ്ട്. കാരണം ഇറാനുമായി നേരിട്ട് ഇതുവരെ ഹമാസുമായി ബന്ധപ്പെട്ട് വിഷയം നടന്നപ്പോൾ, പലസ്തീനുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലടക്കം പലതരത്തിലുള്ള ഹമാസ് അനുകൂല നിലപാടുകൾ സ്വീകരിച്ച നിരവധി ആളുകളുണ്ട്, നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇറാനുമായ ഒരു ഏറ്റുമുട്ടൽ വന്നപ്പോൾ ശരിക്കും അത് മതപരമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലുള്ള നിലപാടുകൾ പലരും പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, മാധ്യമങ്ങളിൽ പോലും ഒരു ചേരിതിരിവ് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഞാൻ കണ്ട ഒരു വിഷയമാണ്, അതായത് അൽ ജസീറയുടെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ, പലസ്തീനിയൻ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ എക്സിലോ മറ്റോ പോസ്റ്റ് ചെയ്ത, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രമാണ്. അതിൽ പലസ്തീനിൽ നിന്നും പറന്നുയരുന്ന റോക്കറ്റുകൾ, ഈ മോസ്കിന്റെ മകുടം, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പലസ്തീനിൽ നിന്നും റോക്കറ്റുകൾ പറന്നുയർന്ന് പോകുന്നത്, പതിക്കുന്ന എങ്ങോട്ടേക്കായിരിക്കും? ഇസ്രയേലിലേക്ക് തന്നെയാണ്. അല്ലാതെ അവിടെ നിന്ന് റോക്കറ്റ് ഉയർന്നിട്ട് കടലിൽ പോയി വീഴത്തില്ലല്ലോ. കൂടാതെ ആ ഒരു കുറിപ്പിനൊപ്പം തന്നെ ഒരു 7 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 7 സൂചിപ്പിക്കുന്ന എന്തിനാണ്? ഇസ്രായേലിനെ സംബന്ധിച്ച്, മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് 7 എന്ന തീയതി പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും അർഹിക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഒക്ടോബർ 7 എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. 1200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു, 250-ൽ പരം ആളുകളെ ബന്ദികളാക്കി അവർ എവിടെയെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു ദിവസം. ഇന്ന് തന്നെ നെതന്യാഹു തന്നെ പറഞ്ഞൊരു വിഷയം, നമുക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയത്, നമ്മളൊക്കെ തളർന്നുപോയി. പക്ഷേ പിന്നീട് നമ്മൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് സിംഹത്തെ പോലെയാണ്. സിംഹം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടും വിട്ടുകൊടുക്കരുത്, ഇനി പോരാടുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ആ രീതിയിലുള്ള ഒരു കണക്ക് തന്നെയാണ് നെതന്യാഹു പറഞ്ഞത്. ഒപ്പം തന്നെ ഇത്രയും ഒരു 367 ദിവസമായിരിക്കുന്നു. ഈ 367-ാം ദിവസം യുദ്ധത്തിലൂടെ 17,000-ലധികം ഭീകരരെ കൊലപ്പെടുത്തി എന്നാണ് ഇസ്രയേൽ IDF അവകാശവാദം ഉന്നയിക്കുന്നത്. അതായത് 40,000-ൽ പരം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. അത് മനുഷ്യനാശമൊക്കെ തന്നെയാണ്, ആൾനാശമൊക്കെ തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും ഭീകരരുടെ കണക്കെടുക്കുകയാണെങ്കിൽ 17,000-ലധികം ആളുകളെ കൊലപ്പെടുത്തി. ഏകദേശം 25,000-ലധികം 26,000-ഓളം മിസൈലുകളാണ് ഇസ്രയേലിന് നേർക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഏറ്റവും അടുത്ത് പറഞ്ഞ 181 മിസൈലുകൾ അടക്കം, ഇറാന്റെ മിസൈലുകൾ അടക്കം 26,000-ഓളം മിസൈലുകളെ നിർവീര്യമാക്കാൻ ഇസ്രയേലിന് സാധിച്ചു എന്ന് വേണം പറയാൻ. അതിനിടയിൽ ചില അപകടങ്ങളും ചില തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ അഭിമുഖീകരിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും ഇത്രയും ശക്തമായി ഈ 7 ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ ഈ ഒരു കുഞ്ഞൻ രാജ്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്
ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്, കുറവാണ്. കാരണം അത് മുമ്പോട്ട് തന്നെ പൊക്കൊണ്ടിരിക്കും. നമ്മളൊരു പക്ഷേ ഈ ഇടയ്ക്കൊന്നായേയും പലസ്തീൻ യുദ്ധം തന്നെ നമുക്കറിയാം എത്രയോ നാളുകളായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതൊരു പക്ഷെ വാർത്തയിൽ നിന്നൊന്ന് ഒന്ന് അയഞ്ഞു വരും. പക്ഷെ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധവും ഒക്കെ നടക്കുന്നില്ലേ, അതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. അതിർത്തിയിലൊക്കെ ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവര് നെതന്യാഹു മുമ്പോട്ട് വെച്ചത് ഇനിയൊരു ഭീഷണി ഉണ്ടാകാത്ത വിധം അതിർത്തി സുരക്ഷിതമാക്കുക എന്നുള്ളത് അവര് നെതന്യാഹു ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടായാൽ ഒരുപക്ഷെ നല്ലത് തന്നെ ആയിരിക്കാം, കാരണം ഇരു രാജ്യങ്ങൾക്കും. അപ്പൊ എന്തായാലും ഇപ്പൊ UN-ന്റെ ഒരു ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് അതിനെയാണ് ലോകത്ത് അതിനിശ്ചിതമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം എത്രയോ പേരുടെ ജീവിതം കുടുംബമില്ലാതായി എന്നുള്ളതാണ്, അത് കാണാതെ പോകുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇതിലൊരു തീരുമാനം അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും അവസാനിക്കുന്ന ഒരു തീയതി ഉടനൊന്നും കാണില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇറാൻ ഇനി മുന്നോട്ട് യാതൊരു നീക്കവും നടത്തില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ പക്ഷത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകുന്നത് വരെ എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. ഇസ്രയേൽ എന്തിനുള്ള കോപ്പ് കൂട്ടുന്നു എന്ന കാര്യം മാത്രമാണ് നിലവിൽ നമുക്ക് അറിയാത്തത്. ഇത് പൊതുവിൽ പറയുന്ന ഒരു വിഷയമുണ്ട്. ബുദ്ധിശാലികളൊക്കെ തന്ത്രപരമായ കാര്യങ്ങൾ ആലോചിച്ച് സമയമെടുത്ത് മാത്രമേ ആക്രമണമോ പ്രത്യാക്രമണമോ ഒക്കെ തന്നെ നടത്താറുള്ളൂ. വിവേകമില്ലാത്തവരാണ്, മണ്ടന്മാരാണ് ആ ഒരു എടുത്തുചാട്ടത്തിന്റെ പേരിൽ ആക്രമണവും മറ്റു തിരിച്ചടിയൊക്കെ തന്നെ നടത്തുന്നത്. അപ്പോൾ ഇസ്രയേൽ കൂർമ്മ ബുദ്ധിയുള്ളവരാണ്, തന്ത്രശാലികളാണ്, നമുക്ക് അറിയാവുന്നതാണ്. ലോകത്തിന്റെ പല കോണുകളിലും ഇരിക്കുന്നു, ലോകത്തെ ഭരിക്കാൻ പോലും തക്ക കഴിവുള്ളവരാണ്. അപ്പോൾ അവരിനി എന്തിനു വേണ്ടി കോപ്പ് കൂട്ടുന്നു എന്ന കാര്യമാണ് നോക്കേണ്ടത്. ഈ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, മറിച്ച് രണ്ടടി കൂടുതൽ കുതിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് പോലെ ഇസ്രയേലിനി എന്തൊക്കെയാണ് മനസ്സിൽ കരുതിയത് എന്നുള്ളത് വരും ദിവസങ്ങളിലെ കണ്ടറിയാനായി സാധിക്കും.